Praise the Lord. Praise the Lord. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. इस आशीष सुंदर समय के लिए परमेश्वर को धन्यवाद देते हैं. പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിന്റെ സ്തോത്രം ചെയ്യുകയാണ്. प्रार्थना के साथ जितने लोग प्रभु की उपस्थिति में बने हुए हैं उन सबों के लिए प्रभु का धन्यवाद करता हूँ. ഈ പ്രഭാതത്തിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. और इस सुबह के समय बहुत प्रार्थना के साथ हम प्रभु की उपस्थिति में बने रहें. ദൈവം നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. परमेश्वर आज हमसे बात करने जा रहे हैं. ദൈവം നമ്മോട് പലപ്പോഴും സംസാരിക്കുന്ന വചനത്തിൽ കൂടിയാണ്. परमेश्वर अनेक बार अपने वचनों से हमसे बात करते हैं. കാരണം വചനം ദൈവമാകുന്നു. क्योंकि वचन परमेश्वर है. നിങ്ങളുടെ ജീവിതത്തിൽ വചനങ്ങൾക്ക് ഭയങ്കര മാറ്റം വരുത്തുവാൻ കഴിയും. आपके जीवन में परमेश्वर का वचन काफी बदलाव ला सकता है. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. इसलिए बड़े उम्मीद के साथ हम प्रभु की उपस्थिति में बने रहें. വിശുദ്ധ വേദപുസ്തകത്തിൽ ലേഖനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. पवित्र शास्त्र में हम पत्रियों को देख सकते हैं. ലേഖനങ്ങളിൽ ഒരു വാക്യം ഇന്ന് പകൽ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. और उन पत्रियों में से एक वचन आज आप लोगों के बीच में मैं रखना चाहूंगा. വായിക്കുന്ന ദൈവം പുകഴ്ത്തുന്ന മനുഷ്യൻ കൊള്ളാവുന്നവൻ. और वचन कहता है कि हालेलुया, परमेश्वर जिसकी तारीफ करते हैं, जिसको ऊंचा उठाते हैं, वे धन्य हैं. പലപ്പോഴും മനുഷ്യർ നമ്മെ പുകഴ്ത്താറുണ്ട്. अनेक बार मनुष्य हमारी तारीफ करते हैं. നമ്മൾ ചില നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് ഒരുപക്ഷെ മനുഷ്യർ നമ്മെ പുകഴ്ത്താം കൊള്ളാമെന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. हमारे जीवन के कुछ अच्छे कामों को देखकर लोग कभी कभार बोलते हैं कि हाँ बहुत अच्छी बात है, ये हमारी तारीफ वो लोग करते हैं. എന്നാൽ അവർ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു പറയാനും സാധ്യതയുണ്ട്. मगर कुछ दिनों के बाद जिन लोगों ने हमारी तारीफ की थी वो हमारे उल्टा मतलब हमारे विरोध में भी कुछ समय बाद बोल सकते हैं. മനുഷ്യൻ മനുഷ്യരെ പുകഴ്ത്താറുണ്ട്. मनुष्य मनुष्यों को की तारीफ करते हैं. എന്നാൽ മനുഷ്യരെ ദൈവം പുകഴ്ത്തുമെന്ന് വേദപുസ്തകം പറയുന്നത്. मगर परमेश्वर का वचन कहता है मनुष्यों की तारीफ परमेश्वर भी करते हैं. ദൈവം പുകഴ്ത്തുന്ന മനുഷ്യൻ കൊള്ളാവുന്നവൻ. और वचन कहता है जिसकी तारीफ परमेश्वर करते हैं वो व्यक्ति धन्य है. നമ്മെ ദൈവം നോക്കുമ്പോൾ परमेश्वर जब हमें देखते हैं കൊള്ളാമെന്ന് തോന്നത്തക്ക നിലകളിൽ നമ്മളിൽ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. तो परमेश्वर जब हमें देखते हैं तो परमेश्वर को लगे कि हम अच्छे हैं, तारीफ के योग्य हैं, ऐसी परमेश्वर की उपस्थिति हमारे अंदर रहने पाए. ബൈബിൾ പറയുന്നു ദൈവം പുകഴ്ത്തുന്ന മനുഷ്യൻ കൊള്ളാവുന്നവൻ. वचन कहता है जिनकी तारीफ परमेश्वर करते हैं वो व्यक्ति धन्य है. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം മനുഷ്യരെ പുകഴ്ത്തിയിട്ടുണ്ട്. पवित्र शास्त्र में अनेक लोगों की तारीफ परमेश्वर ने की है. ഒരിക്കൽ ഒരു മലനാട്ടിൽ നിന്നും കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വന്നൊരു മനുഷ്യനായിരുന്നു സക്കറിയാവ്. और जकरिया नाम का एक व्यक्ति जो प्रभु की सेवकाई याजकी सेवकाई करने के लिए आया हुआ व्यक्ति था. അദ്ദേഹം കർത്താവിന് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷകൾ വർഷങ്ങളോളം ചെയ്ത മനുഷ്യനാണ്. परमेश्वर की नाम की महिमा के लिए अनेक सालों तक उन्होंने याजकीय सेवका को किया है. ഒരു പുരോഹിതൻ ശുശ്രൂഷ ആരംഭിക്കുന്ന 30ാമത്തെ വയസ്സിലാണ്. एक याजक जो है अपने 30वें उम्र में प्रभु की सेवकाई शुरू करता है. ഒരു നല്ല യൗവനം കർത്താവിന് വേണ്ടി അദ്ദേഹം കൊടുത്തു. देखो अपनी अच्छी नौजवानी उन्होंने परमेश्वर के नाम की महिमा के लिए दिया. വൃദ്ധനാകുന്നവരെ അദ്ദേഹം കർത്താവിന്റെ വേല ചെയ്തു. और अपने बुजुर्ग अनुभव तक वो प्रभु की सेवा करते रहे. അദ്ദേഹത്തിന് എലിസബത്ത് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ ഉണ്ടായിരുന്നു. एलिजाबेथ नाम की उनकी आशीषित एक पत्नी थी. അബിയാക്കൂറിൽ കർത്താവിന്റെ വേല അദ്ദേഹം അക്കൂറിൽ കർത്താവിന്റെ കൂറിന് പ്രകാരം അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്തു പോന്നിരുന്നു. और उस देश में वो परमेश्वर के हालेलुया सेवकाइयों को करते हुए आ रहे थे. ഒരു പുരോഹിതന്റെ ദൗത്യം എന്നുള്ളത് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു പാലം പോലെ നിൽക്കുന്നവനാണ് പുരോഹിതൻ. और एक याजक जो होते हैं वो लोगों के और परमेश्वर के बीच में हालेलुया एक पुल के समान या एक बिछुए के समान खड़े रहते हैं. മനുഷ്യന്റെ കുറവുകൾ ദൈവത്തോട് പറയും, അവർക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി യാഗങ്ങൾ കഴിക്കുക പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പുരോഹിതൻ. और एक याजक की जिम्मेदारी होती है कि एक मनुष्यों के पापों को परमेश्वर के सामने लेकर आए और उनके लिए बिछवाई करे, उनके लिए प्रार्थना करे. ഒരുപക്ഷെ സെക്കരിയാവ് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിയായിരിക്കാം. हो सकता है कि जकरिया ने भी इस प्रकार अनेक लोगों के लिए प्रार्थना किया हो. ഒത്തിരി പേർ താൻ നിമിത്തം വിടുവിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. अनेक लोग उनके द्वारा छुटकारा पाए हैं. ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിടുതലൊക്കെ കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്റെ ജീവിതത്തിൽ ഇന്നും അത് വിടുവിക്കപ്പെടാൻ കഴിയാത്തൊരു മേഖല ഉണ്ടായിരുന്നു. अनेक लोगों के लिए वो प्रार्थना करते हैं, लोगों के जीवन में छुटकारा वो दिलाते हैं, मगर उनके जीवन में कहीं ना कहीं छुटकारे की जरूरत थी. അദ്ദേഹത്തിന് ഒരു കുഞ്ഞില്ലായിരുന്നു. उनके जीवन में एक बच्चा नहीं था. അദ്ദേഹത്തിന് സന്തതി ലഭ്യമായിട്ടില്ലായിരുന്നു. अभी तक उनका एक संतान उत्पन्न नहीं हुआ था. നമ്മളൊക്കെ പലരെയും പ്രാർത്ഥിച്ച് വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. और हम भी अनेक बार अनेक लोगों को प्रार्थना करके छुटकारा लोगों के जीवन में दिलाते हैं. ആ നിമിത്തം ഒത്തിരി പേർ വിടുവിക്കപ്പെടാറുണ്ട്. हमारे द्वारा अनेक लोग छुटकारा पाते हैं. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്നും വിടുവിക്കപ്പെടുവാൻ കഴിയാത്ത ചില മേഖലകൾ. मगर हमारे जीवन में आज तक ऐसी कुछ मंडलियां जहां पर हम छुटकारा नहीं पा रहे हैं. അദ്ദേഹം ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യാഗം കഴിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. और ये व्यक्ति अनेक लोगों के लिए बलिदान चढ़ाते हैं, प्रार्थना करते हैं.
പക്ഷെ തന്റെ ജീവിതത്തിൽ ഒരു മേഖലയിൽ ഒരു വിടുതലില്ലായിരുന്നു. मगर उनके जीवन की एक मंडली में उनके जीवन में छुटकारा नहीं था। ഒരിക്കൽ അദ്ദേഹം ദൈവത്തിന്റെ ആലയത്തിൽ ചെല്ലുമ്പോൾ एक दिन जब वो परमेश्वर के भवन में गए, ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. लोग बाहर खड़े होकर प्रार्थना कर रहे थे ഈ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്തേക്ക് ഇറങ്ങി നിന്നു. और उस समय परमेश्वर का एक स्वर्गदूत उस धूप वेदी के पास आकर खड़ा हो गया പറയുന്ന വീടുകൾ സെക്കരിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. और उनसे कहा गया कि है जकरिया, तेरी प्रार्थना सुन ली गई है। അതേ ഒരു വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി അദ്ദേഹം ഒരു പക്ഷേ കുടുംബം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. हो सकता है कि उस एक बच्चे के लिए वो अनेक सालों से वो परिवार प्रार्थना कर रहे हो। നിനക്കൊരു സന്തതി ലഭിക്കാൻ പോകുകയാണ്. परमेश्वर ने अब कहा है कि तुझे एक संतान मिलने जा रहा है। അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും സ്വന്തം ജീവിതത്തിൽ വിടുതലില്ലെങ്കിൽ കർത്താവിനോട് പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു വിടുതൽ ചെയ്യാൻ പോകുകയാണ്. और अनेक लोगों के जीवन के लिए प्रार्थना करके भी हालेलुया लोगों के जीवन में छुटकारा दिलाकर भी यदि आपके जीवन में कोई छुटकारा अभी तक नहीं मिला है, परमेश्वर की आत्मा कह रही है दूसरों के लिए निरंतर प्रार्थना करते रहो, आपके जीवन में भी परमेश्वर छुटकारा देगा। പക്ഷെ താൻ അത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല. मगर जकरिया इस बात पर विश्वास नहीं कर पाया। താൻ തന്നിലേക്ക് നോക്കിയപ്പോൾ ദൈവം അയച്ച സന്ദേശമോ ദൈവദൂതന്റെ വാക്കുകളെ തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. जब उन्होंने अपने आप को देखा, तब परमेश्वर के वचनों को, परमेश्वर के स्वर्गदूत के वचनों को वो विश्वास नहीं कर पाया। നാം നമ്മിലേക്ക് നോക്കിയാൽ അവിശ്വസിക്കുവാനേ കഴിയുകയുള്ളൂ. जब हम अपने आप को देखते हैं तो हम अविश्वास ही कर सकेंगे। എന്നാൽ ദൈവം സന്ദേശം പറഞ്ഞത്, ദൈവം ദൂത് പറഞ്ഞ നമ്മയൊന്നും നമ്മുടെ സാഹചര്യങ്ങളൊന്നും കണ്ടിട്ടല്ല. मगर परमेश्वर ने जो वाणी हमें दी है वो हमारी अवस्थाओं को, परिस्थितियों को देखकर नहीं, जो उसने वाणी बोला है। ദൈവം നമ്മോട് പ്രവചിക്കുന്നത്, ദൈവം നമ്മോട് ദൂത് പറയുന്നത് ദൈവത്തിന്റെ സർവ്വശക്തിയെ കണ്ടിട്ടാണ്. परमेश्वर जो हमें संदेश देते हैं या फिर हमसे भविष्यवाणी जो करते हैं, वो हमेशा परमेश्वर अपनी महिमा के अनुसार हमसे करते हैं। നമ്മുടെ കഴിവുകളും നമ്മുടെ പ്രാപ്തികളും കണ്ടിട്ടല്ല ദൈവം നമ്മോട് പ്രവചിക്കുന്നത്, ദൈവത്തിന്റെ കഴിവുകൾ കണ്ടിട്ടാണ് ദൈവം നമ്മോട് ദൂത് പറയുന്നത്. यह हमारे जीवन की कोई खूबी को, हालेलुया हमारे कुछ काबिलियतों को देखकर नहीं, जो परमेश्वर हमारे जीवन में हमसे भविष्यवाणियां बोलते हैं। സെക്കരിയാവിലേക്ക് നോക്കിയപ്പോൾ സെക്കരിയാവിന് ആ ദൂതൻ പറഞ്ഞ സന്ദേശത്തെ സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. मगर जकरिया ने जब अपने ओर देखा, तब स्वर्गदूत के कहे हुए वचनों को वो विश्वास नहीं कर पाया। നീ നിന്നിലേക്ക് നോക്കരുത്, നിന്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കരുത്, നീ ദൈവത്തിങ്കിലേക്ക് നോക്കുക. प्रियो, आप अपनी ओर ना देखे, अपनी परिस्थितियों को ना देखे, हमेशा आप परमेश्वर की ओर देखे। അദ്ദേഹം അത് വിശ്വസിച്ചില്ല. और जकरिया ने विश्वास नहीं किया। ചിലർ ദൂതന്മാർ ഇറങ്ങി പറഞ്ഞെന്ന് പറഞ്ഞാലും വിശ്വസിക്കാത്തവരുണ്ട്. कुछ लोग ऐसे होते हैं जिनके सामने स्वर्गदूत भी उतरकर अगर भविष्यवाणी करे, वे लोग विश्वास नहीं करते। ഒരു ദൂതൻ വന്നിറങ്ങി പറഞ്ഞിട്ടും വിശ്വസിക്കുവാൻ സെക്കരിയാവിന് മനസ്സിലായിരുന്നു. देखो, यहाँ पर भी एक स्वर्गदूत उतरकर बोलने के बावजूद भी जकरिया विश्वास नहीं कर सका। ഈ സമയത്ത് പെട്ടെന്നൊരു കാര്യം സംഭവിച്ചു. ऐसे समय में वहां पर एक घटना घटती है। ദൂതൻ പറഞ്ഞു, ഇത് സംഭവിക്കുവോളം നീ സംസാരിക്കുകയില്ല. स्वर्गदूत ने बोला कि जब तक ये पूरा नहीं होगा तब तक तू बोल नहीं पाएगा। അന്ന് സംസാരശേഷി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. देखो, उसको बोलचाल की जो क्षमता थी उस दिन वो बंद हो गई। प्रियो, ആലയത്തിനകത്തേക്ക് പോകുമ്പോൾ സംസാരിക്കുന്ന മനുഷ്യനായിട്ടാണ് കയറിപ്പോയത്. और परमेश्वर के भवन में जब वो प्रार्थना के लिए जा रहे थे, उस समय अच्छे से वो बोल पा रहे थे। തിരിച്ചിറങ്ങി വരുമ്പോൾ സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി മാറി. मगर वहां से जब वो वापस लौट कर आ रहे हैं, अब उनको बोलचाल की जो क्षमता है, शक्ति जो है, वो खत्म हो चुकी है। പിന്നീട് വേദപുസ്തകം നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, परमेश्वर का वचन जब हम पढ़ते हैं तो वहां पर इस प्रकार फिर देख सकते हैं। തന്റെ ശുശ്രൂഷകാലം എല്ലാം തികച്ചിട്ട് താൻ ആ മലനാട്ടിലേക്ക് മടങ്ങിപ്പോയി. देखो, अपने जीवन की सेवकाइयों को वो पूरा करने के बाद अपने देश की ओर वापस चले गए। സെക്കരിയാവിനെ ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. जकरिया के जीवन के लिए काफी खुशी है। ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ മുഴുവനും തികച്ചിട്ടാണ് അദ്ദേഹം മടങ്ങി പോകുന്നത്. देखो, उनके जीवन की खुशी यही है कि प्रभु के द्वारा सौंपी गई सेवकाइयों को उन्होंने अच्छे से निभाकर वो वापस लौट रहे हैं। ദൈവമാണ് നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അത് നാം തികയ്ക്കുവാൻ വിശ്വസ്തരായിരിക്കുക. परमेश्वर के प्रियो, यदि परमेश्वर ने ही हमें प्रभु की सेवकाई दी है, यदि इस बोध में हम जी रहे हैं, इस समझ में यदि हम जी रहे हैं, तो उसको अच्छे से निभाने के लिए, पूरा करने की भी कोशिश हम करें। ചിലർ വേല തികച്ചിട്ട് പാതി വഴിയിൽ ദൈവിക വേലകൾ ഇട്ടിട്ട് മടങ്ങി പോകുന്നവരുണ്ട്. और अनेक लोग ऐसे हैं जो प्रभु की सेवकाइयों को आधे रास्ते ही छोड़कर वो वापस चले जाते हैं। കർത്താവിന്റെ വചനം പറയുന്നവൻ ശുശ്രൂഷകാലങ്ങൾ തികച്ച ശേഷം ആ മലനാട്ടിലേക്ക് മടങ്ങിപ്പോയി. मगर परमेश्वर का वचन कहता है कि जकरिया अपनी सेवकाइयों को पूरा निभाकर अपने देश की ओर वापस चला गया। ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അന്ത്യം വരെയും അത് നിർവഹിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. परमेश्वर के द्वारा सौंपी हुई सेवकाइयों को जो अंत तक जिम्मेदारी के साथ पूरा करते हैं, निभाते हैं, उनके लिए मैं प्रभु को धन्यवाद करता हूँ। ശേഷം അദ്ദേഹം ആ നാട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തിന് ദൈവത്താൽ ഒരു സന്തതി ലഭ്യമാകുകയും ചെയ്തു. तत्पश्चात वो अपने देश की ओर वापस लौट जाते हैं और वहां पर परमेश्वर की ओर से उनका एक संतान जन्म होता है। യാഗം കഴിച്ചും പ്രാർത്ഥിച്ചും നടന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു നന്മ കണ്ടില്ലെങ്കിലും
बलिदान चढ़ाकर प्रार्थना करते हुए समयों में एक छुटकारा उनके जीवन में बेशक नहीं मिला होगा, ഓരോ സമയങ്ങളിൽ ദൈവം ഓരോ കാലഘട്ടത്തിൽ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളുടെ നിർവഹണങ്ങളുടെ പൂർത്തീകരണം കഴിയുമ്പോൾ ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. मगर हर एक समय में परमेश्वर के द्वारा सौंपी हुई जिम्मेदारियों को, सेवकाइयों को जब आप पूरा करते रहोगे, तब आपके जीवन में भी परमेश्वर की ओर से उन छुटकारे को पा सकोगे. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളെ നിറപടിയായി നിവർത്തിച്ചതിന് ശേഷം ദൈവം പറഞ്ഞ വാഗ്ദത്തം ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു. परमेश्वर के द्वारा सौंपी हुई सेवकाइयों को जब जकरिया ने पूरा किया, अच्छे से निभाया, उसके बाद परमेश्वर के वायदाएं भी उनके जीवन में पूरे होने लगे. ദൈവം ഏൽപ്പിച്ചത് കൃത്യമായും ചെയ്യുക, ശേഷം ഒരു ദൈവപ്രവൃത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. परमेश्वर ने जो कुछ आपको सौंपा है बड़े जिम्मेदारी के साथ उसको पूरा करे, उसके बाद आपके जीवन की भविष्यवाणियां पूरी होंगी. എലിസബത്ത് എന്ന് പറയുന്ന സഹോദരി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. एलिजाबेथ नाम की उस बहन ने एक बच्चे को जन्म दिया, കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ കുഞ്ഞിന് പേരിടുവാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. और बच्चा जन्म लेने के बाद अब उस बच्चे का नाम रखने की तैयारियां वहां पर हो रही थी. ചാർച്ചക്കാരും സ്വന്തക്കാരും എല്ലാവരും വന്നിട്ടുണ്ട്. और रिश्तेदार, बंधु मित्र सब लोग वहां पर आए हुए हैं. ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറയുവാൻ തുടങ്ങി. सब लोग अपना अपना अभिप्राय बताने लगे. ആരോ പറഞ്ഞു അപ്പന്റെ പേര് മകനിടാമെന്ന് പറഞ്ഞു. कुछ लोगों ने बोला कि पिता का नाम जो है वो बच्चे को रखा जाएगा. രണ്ടുപേർക്കും ഒരേ പേരിടുന്നത് ശരിയല്ലല്ലോ. तो दोनों लोगों का, बाप बेटे का एक ही नाम होना वो भी सही नहीं है. ഈ സമയത്ത് അപ്പനോട് പറഞ്ഞു അപ്പന് വല്ല അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. इसलिए उस समय सब लोगों ने उनके पिता से पूछा, बच्चे के पिता से पूछा कि आपका क्या राय है. അദ്ദേഹത്തിന് സംസാരശേഷി ഇല്ലായിരുന്നു. उस समय जकरिया बोल नहीं पाता था, കാലയത്തിൽ വെച്ച് വർഷങ്ങൾക്കിപ്പുറം ദൂതൻ കെട്ടിവിട്ടതാണ് നാവിനെ. क्योंकि उसके जुबान को अनेक साल पहले या कुछ साल पहले परमेश्वर के स्वर्गदूत ने उसके जुबान को बांध दिया था. അദ്ദേഹം ആ കുഞ്ഞിന് പേരെഴുതുവാൻ തുടങ്ങി. और वो पिता अपने बच्चे का नाम लिखने लगे. ഈ യോഹന്നാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാവ് തുറന്നു വന്നു. और जैसे ही वो यूहन्ना उस शब्द को या उस नाम को लिख रहे थे, उस समय उनकी जुबान खुल गई. വിശുദ്ധ വേദപുസ്തകത്തിൽ പേരിടേണ്ട ശുശ്രൂഷകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और पवित्र शास्त्र में नाम दिए हुए अनेक सेवकाइयों को हम देख सकते हैं. ആദ്യമായിട്ട് പേരിട്ടത് ആദമായിരുന്നു. सबसे पहला नाम आदम ने रखा था. സകല ജീവജാലങ്ങളെ ഫ്രണ്ടിൽ കൂടി കടന്നു പോകുമ്പോൾ ആദമാണ് സകലത്തിനും പേരിട്ടത്. हर एक जीव जंतु जब आदम के सामने से गुजर रहे थे तो एक एक का नाम आदम ने रखा. നമ്മൾ പലർക്കും പേരിട്ടിട്ടുണ്ട്. और हमने भी अनेक लोगों का नाम रखा है. നമ്മൾ ഇടുന്ന പേരൊക്കെ ഇന്നലെകൾ ആരും ഇട്ട പേരാണ് നമ്മൾ പലർക്കും ഇടുന്നത്. और हम जो नाम रखते हैं, हो सकता है कि पिछले समयों में, पिछले सालों में अनेक लोगों ने उन नामों को और किसी के जीवन में रखा होगा. എന്നാൽ ആദമിന്റെ ഫ്രണ്ടിൽ കൂടി കടന്നു പോകുന്നെല്ലാം പുതുതായി അദ്ദേഹം ഒരു പേരിട്ടു. मगर आदम के सामने से जितने जीव जंतु या जानवर गुजर रहे थे, सबका उसने नया नया नाम रखा. ഇതാ സെക്കരിയാവിന്റെ വീട്ടിലും ആ കുഞ്ഞിന് വേണ്ടി ഒരു പേര് വീണു. यहाँ पर जकरिया के घर में भी उस बच्चे का नाम आ चुका है. അപ്പൻ യോഹന്നാൻ എന്ന തലമുറയ്ക്ക് ഒരു പേരിട്ടു. उस पिता ने अपने बच्चे का नाम यूहन्ना रखा. ഈ സമയത്ത് അപ്പന്റെ അധരം തുറക്കപ്പെട്ടു. और उस समय उस हालेलुया पिताजी का जुबान खुल गया. ആ സന്തതിയുടെ ജനനം ആ അപ്പന്റെ നാവിന്റെ കെട്ടഴിക്കുന്നതായിരുന്നു. और उस बच्चे का जन्म जो है उस पिता के जुबान के बंधनों को खोलने वाला था. ചില സന്തതികൾ നിമിത്തം ചില കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. कुछ संतानों के द्वारा आपका परिवार आशीषित होने जा रहा है. വിശ്വസിക്കുക, നിന്റെ തലമുറ നിമിത്തം നിന്റെ കുടുംബത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. यस, आप लोग विश्वास करें कि आपके संतानों के द्वारा आपके परिवार में भी परमेश्वर का अद्भुत महिमा प्रकट होगा. യോഹന്നാൻ ആ കുടുംബത്തിൽ വളരുവാൻ തുടങ്ങി. और वो बच्चा वहां पर बढ़ने लगा. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവ സാന്നിധ്യം സ്പർശിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് യോഹന്നാൻ. और यूहन्ना अपने माँ के घर में ही जब था तो परमेश्वर की उपस्थिति का अनुभव किया हुआ एक व्यक्ति था. വളരും തോറും താൻ വ്യത്യസ്തനായിരുന്നു. देखो, वो जैसे जैसा बढ़ता गया परमेश्वर में वो बिल्कुल अलग होता गया. ജീവിത ശൈലികളിൽ താൻ വ്യത്യസ്തനായിരുന്നു. वो अपने जीवन की शैली में भी बिल्कुल अलग था. ഒട്ടകത്തിന്റെ തോലുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ അദ്ദേഹം ധരിക്കുവാൻ തുടങ്ങി. ऊंट के चमड़ों से बने हुए कपड़ों को वो पहनता था. എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം അദ്ദേഹം കഴിക്കുകയില്ലായിരുന്നു. हर लोग, जो सब लोग भोजन करते थे वैसे खाना वो नहीं खाते थे. കാട്ടുതേനും വെട്ടിക്കിളിയുമായിരുന്നു എന്റെ ഭക്ഷണം. मगर जंगली दाक मधु और टिड्डियां वो खाया करते थे. അദ്ദേഹത്തിൽ ഒരു വ്യത്യസ്തമേറിയ ദൈവ സാന്നിധ്യം വ്യാപരിച്ചിരുന്നു. और उस व्यक्ति के अंदर परमेश्वर की एक महिमा हमेशा प्रकट रहती थी. പിന്നീടുള്ള കുറെ കാലം മരുഭൂമിയിലായിരുന്നു ജീവിതം. आगे के काफी समय तक हम जानते हैं वो जंगल में जीते थे. യേശു കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ ദൈവത്തെ നിയോഗം പ്രാപിച്ച ഒരു പ്രവാചകനായിരുന്നു യോഹന്നാൻ. यीशु मसीह के लिए हालेलुया मार्ग को तैयार करने के लिए परमेश्वर की ओर से अगुवाई पाया हुआ एक भविष्यवक्ता थे यूहन्ना. മാനസാന്തരത്തെ കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുവാൻ തുടങ്ങി. और यूहन्ना अब मनफिराव के बारे में प्रचार करने लगे. യോർദാന്റെ തീരങ്ങളിൽ പലരെയും അദ്ദേഹം യോർദാനിൽ സ്നാനപ്പെടുത്തുവാൻ തുടങ്ങി. यर्दन की नदी में अनेक लोगों को वो बपतिस्मा देने लगे. വ്യത്യസ്തമായിരിക്കുന്ന ഒരു ദൈവിക സ്വഭാവം അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു.
और उनके अंदर परमेश्वर का एक अलग स्वभाव वो हम देख सकते हैं। ഈ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി മാറുക. तुम भी परमेश्वर में हालेलुया दूसरे लोगों से बिल्कुल अलग बन जाए। നിന്റെ മിനിസ്ട്രിയിലേക്ക് നിന്നിലേക്ക് ആയിരങ്ങളെ ആകർഷിക്കപ്പെടുവാൻ അത് സാധ്യതയുണ്ട്. और अगर आप प्रभु में आप अलग स्वभाव यदि रखते हैं तो आपकी सेवकाई में अनेक लोगों को आप प्रभु में आकर्षित कर पाओगे। തന്റെ അരികിൽ യേശു കർത്താവ് വരികയും യേശു കർത്താവിനെ താൻ സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു. हम वहां पर देखते हैं यीशु मसीह यूहन्ना के पास आते हैं और यूहन्ना ने यीशु को बपतिस्मा दिया। പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ കർത്താവിന്റെ മേൽ ഇറങ്ങുന്നത് താൻ കണ്ടതാണ്. पवित्र आत्मा को हालेलुया कबूतर की नाई यीशु के ऊपर उतरते हुए उन्होंने देखा है। പിന്നീട് താൻ തടവിലാകുകയാണ്. उसके बाद वो बंदीगृह में चले जाते हैं। ഒരിക്കൽ യോഹന്നാന്റെ ശിഷ്യന്മാരെ യോഹന്നാൻ യേശുവിന്റെ അരികിൽ അയച്ചു. और एक बार यूहन्ना के चेलों को हालेलुया यूहन्ना ने यीशु के पास भेजा വരുവാനിരിക്കുന്നവൻ നീയോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണം. और यह पूछने को कहा कि आने वाला मसीह क्या तू ही है या फिर हम और किसी के लिए इंतजार करें। പരിശുദ്ധാത്മാവ് പ്രാപന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങുന്നത് താൻ കണ്ടതാണ്. देखो पवित्र आत्मा को कबूतर की नाई यीशु के ऊपर उतरते हुए यूहन्ना ने देखा है। എന്നാൽ തടവിലായപ്പോൾ ഒരു സംശയം, ഇത്ര നാൾ പ്രസംഗിച്ച താൻ പരിചയപ്പെടുത്തിയ വ്യക്തി ഇദ്ദേഹം തന്നെയാണ്. मगर बंदीगृह में जब ये यूहन्ना को डाला गया उस समय उनके अंदर उसके हृदय में एक संदेह होने लगा कि इतने समय मैं जिसका प्रचार कर रहा था क्या वो व्यक्ति यही है या नहीं। നമ്മൾ എന്ത് പ്രസംഗിച്ചോ ആ പ്രസംഗത്തിൽ നാം അന്ത്യം വരെ നിൽക്കണം. और जो प्रचार हम करते हैं अंत तक हम उसमें बने रहें। ചിലർ പ്രസംഗിക്കുന്നതിനായിട്ട് യാതൊരു ബന്ധവുമില്ല. कुछ लोग जो प्रचार करते हैं उनके जीवन के साथ उसका कोई तालमेल भी नहीं होता है। അവർ ഒരു പ്രസംഗമാണെങ്കിൽ നാളെ അവർ വേറൊരു പ്രസംഗമാണ്. आज एक प्रचार करते हैं तो कल को वो अलग अलग प्रचार करते हैं। ഓരോ പ്രസംഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നവരുണ്ട്. और अनेक लोग ऐसे हैं जो एक एक प्रचार जो वो करते हैं उसके साथ भी आपस में कोई तालमेल नहीं होता। നീ മറ്റൊന്നും വിശ്വസിച്ചില്ലെങ്കിൽ നിന്റെ പ്രസംഗങ്ങളെ നീ വിശ്വസിക്കുക. आप और किसी बात पर विश्वास ना भी करते होंगे मगर आप अपने प्रचारों में जरूर विश्वास करें। ഇപ്പോൾ യോഹന്നാന് സംശയമാണ്, ഇത്ര നാൾ ഞാൻ ചെയ്ത ശുശ്രൂഷകളൊക്കെ ശരി തന്നെയാണ്. देखो अब यूहन्ना के हृदय में संदेह होने लगा कि आज तक जो सेवकाई मैं कर रहा था प्रचार जो कर रहा था क्या वो सही या गलत, ഇനി മറ്റാരെങ്കിലും കാത്തിരിക്കേണ്ടി വരുമോ? या मुझे अब और किसी के लिए इंतजार करना पड़ेगा। സ്വന്തം ശുശ്രൂഷകളെ വിശ്വസിക്കുക. अपनी सेवकाइयों पर विश्वास करे प्रियो। ഈ സമയത്ത് യേശു പറയുന്നൊരു വേടുണ്ട്. उस समय यीशु मसीह ने इस प्रकार कहा, അത് മരിച്ചവർ ഉയർക്കപ്പെടുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിരിക്കുന്നു, मरे हुए लोग जी उठ रहे हैं, कोढ़ी के बीमार चंगे हो रहे हैं। ഇതെല്ലാം പോയി നിങ്ങൾ അത് യോഹന്നാനോട് പറയുക. ये सारी बातें जाकर तुम अपने हालेलुया गुरु यूहन्ना को बता दो। അതിനർത്ഥം വരുവാനിരിക്കുന്നവൻ ഞാൻ തന്നെയാണ്. इसका मतलब है आने वाला जो हूँ वो मैं ही हूँ। അവർ പോയതിനു ശേഷം യേശു തന്റെ അരികിൽ നിൽക്കുന്ന പുരുഷാരത്തോട് പറഞ്ഞൊരു വേടുണ്ട്. और उनके जाने के बाद यीशु ने अपने पास खड़े हुए लोगों से इस प्रकार कहा, യോഹന്നാനെ പോലെ സ്ത്രീകളിൽ നിന്നും ജനിച്ചവൻ ഉലകത്തിൽ വേറെ ആരുമില്ല. यूहन्ना के समान स्त्रियों में जिन्होंने जन्म लिया है यूहन्ना के समान और कोई नहीं होगा। ഉലകത്തിൽ ആരെല്ലാം പിറന്നു വീണാലും യോഹന്നാനെ കഴിഞ്ഞ അപ്പുറമായിട്ട് ആരും പോകുകയില്ല. देखो इस दुनिया में जिन किसी का जन्म भी होता है अब यूहन्ना से बढ़कर उनमें से कोई भी नहीं है। അവനേക്കാൾ വലിയവൻ വേറെയില്ല. देखो उससे महान और उससे बड़ा और कोई नहीं है प्रियो। യേശു കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തവനെ യേശു കർത്താവ് പുരുഷാരത്തിന് മുമ്പിൽ പുകഴ്ത്തുകയാണ്. यीशु मसीह के लिए जिसने अपना जीवन समर्पित किया है अब उस व्यक्ति की तारीफ यीशु मसीह लोगों के सामने कर रहे हैं। അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്നൊരു വിളക്കാണ്. और यीशु ने कहा कि वो हालेलुया उज्जवल प्रकाशित एक मशाल है। മറ്റാരും നമ്മെ പുകഴ്ത്തിയില്ലെങ്കിലും ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ വാക്കുകളും ഈ ദിവസങ്ങൾ നമ്മൾ പുകഴ്ത്തട്ടെ. इस दुनिया के लोग हमारी बेशक तारीफ ना करें मगर यीशु हमारे लिए इस प्रकार के शब्द बोलने पाए। ബൈബിൾ പറയുന്നു ദൈവം പുകഴ്ത്തുന്ന മനുഷ്യൻ കൊള്ളാവുന്നവൻ. बाइबल कहती है कि मनुष्य जिसकी तारीफ करते हैं और परमेश्वर जिसकी तारीफ करते हैं वो व्यक्ति धन्य है। യോഹന്നാന്റെ മിനിസ്ട്രി ആരും പുകഴ്ത്തിയ എല്ലാവരും അദ്ദേഹത്തിന് പ്രതികൂലമായിരുന്നു, പക്ഷെ ദൈവം അദ്ദേഹത്തെ പുകഴ്ത്തി. देखो हालेलुया यूहन्ना की सेवकाई के लिए दुनिया के लोगों ने नहीं मगर यीशु मसीह ने ही उनकी तारीफ की। സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനെ പോലെ വലിയവൻ വേറെയില്ല. यीशु ने कहा कि स्त्रियों में जिनका जन्म होता है उसमें यूहन्ना से बढ़कर कोई नहीं होगा। ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ പുകഴ്ത്തട്ടെ. इन दिनों में परमेश्वर ही हमारी तारीफ करने पाए। നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ വിശ്വാസ ജീവിതം, ഇതിലെല്ലാം ദൈവിക പുകഴ്ചകൾ ഉണ്ടാകട്ടെ. हमारी सेवकाइयों में हालेलुया हमारे विश्वास के जीवन में सब परमेश्वर की तारीफ को हम सुनने पाए। ഒരിക്കൽ സുറോഫോനിയിലും ഒരു കുഞ്ഞിന് ഭൂതോദരവും കഠിനമായപ്പോൾ ഒരു അമ്മ യേശുവിന്റെ അരികിൽ വന്നു. और एक बार एक बच्चे के जीवन में दुष्ट आत्मा की पीड़ाएं जब बढ़ने लगी तो एक माँ उस बच्चे को यीशु के पास लेकर आई। തന്റെ കുഞ്ഞിന് ഭൂതോദരം ഏറ്റവും കഠിനമായിരിക്കുന്നത്, ഏറ്റവും മൂർച്ഛിന്ന അവസ്ഥയിലായിരിക്കുകയാണ്.
और उस बच्चे के शरीर में दुष्ट आत्मा के काम बहुत ही तीव्रता से हो रहा था, कठिन और कठोर समय में से होकर गुजर रहे थे। എന്നത്തേതിലും അധികമായിരിക്കുന്നു കുഞ്ഞിനോടുള്ള ഫൈറ്റിങ്ങുകൾ. और हर दिन जितना होता था उससे बढ़कर आज के दिन उस बच्चे के साथ दुष्ट आत्मा का काम। ശാന്തൽ പ്രവചന ഘടകശസ്യ. ഏറ്റവും മൂർച്ഛനാവസ്ഥയിലിരിക്കുമ്പോൾ അവൾ യേശുവിനെ സമീപിച്ചു. देखो हालेलुया, काफी कठिन समय में जब वो बच्चा पहुंच गया तब वो माँ उस बच्चे को लेकर यीशु के पास आई। നിങ്ങളുടെ പരിശുദ്ധാത്മ പറയുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ യേശുവിന്റെ अरिगिലേക്ക് ചെല്ലുക. यस हालेलुया, मुझसे परमेश्वर की आत्मा इस प्रकार कह रही है कि आप अपने संतानों के लिए यीशु के पास आए। ഏറ്റവും കഠിനമായിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും മൂർച്ഛനാവസ്ഥയുള്ള യേശുവിനെ ദൈവ സാന്നിധ്യത്തെ സമീപിച്ചു. यस हालेलुया, काफी कठिन और कठोर समय में वो स्त्री यीशु के पास आई। എന്നാൽ യേശുവിനോട് പറയുമ്പോൾ അവൾ കേട്ടതെല്ലാം നെഗറ്റീവ് വേർഡ് ആയിരുന്നു. और यीशु से जब वो बात कर रही थी तो जो कुछ उसने सुना वो नेगेटिव बातों को वो सुनने लगी। മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്നുള്ള പദമാണ് അവൾ കേട്ടത്. यीशु की मुंह से हालेलुया उस स्त्री ने इस प्रकार सुना कि हालेलुया बच्चों की रोटी कुत्तों के सामने नहीं डाला जाता। എങ്കിലും അവൾ പിടിച്ചു നിന്നു. യേശുവിന്റെ വാക്കുകളുടെ ശക്തി സുറോഫോനിയിലേക്ക് പുറപ്പെട്ടു. उसके बावजूद भी वो स्त्री वहां पर दृढ़ता के साथ खड़ी रही और यीशु से बात करने लगी और यीशु की सामर्थ उसके देश में पहुंचने लगी। ഭവനത്തിൽ കിടന്ന കിടക്കയിൽ കിടന്ന തന്റെ കുഞ്ഞിൽ നിന്നും ദുരാത്മാക്കൾ വിട്ടുമാറി. उस बच्चे के शरीर में जो दुष्ट आत्मा की शक्ति उस समय तक जो उसको पकड़ रखा था, जकड़ रखा था, उस समय हालेलुया यीशु की सामर्थ के द्वारा वो निकलने लगा। ഇത് സംഭവിക്കുമ്പോൾ യേശു പറയുന്ന ഒരു സ്ത്രീ നിന്റെ വിശ്വാസം വലിയ വിശ്വാസമായിരിക്കുന്നു. देखो ऐसा जब वहां पर छुटकारा हो रहा था उस समय यीशु ने कहा कि है स्त्री तेरा विश्वास बहुत बड़ा है। നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ സ്വർഗ്ഗം നിന്നെ പുകഴ്ത്തും. अगर तेरे जीवन में विश्वास है तो स्वर्ग का परमेश्वर तेरी तारीफ करेगा। ആ വിശ്വാസത്തെ കണ്ടപ്പോൾ ശാസിച്ച കർത്താവ് അവിശ്വസിച്ചപ്പോൾ മന്ദബുദ്ധികളെ എന്ന് വിളിച്ച കർത്താവ് വിശ്വാസം പറഞ്ഞവളെ പുകഴ്ത്തുകയായിരുന്നു. देखो हालेलुया, जिन्होंने अविश्वास के शब्द बोले तब उनको मूर्ख कहकर यीशु ने कहा, मगर विश्वास के शब्द को जब स्त्री जब बोल रही है तब यीशु ने उसकी तारीफ की। സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയ വിശ്വാസമാകുന്നു. यीशु ने कहा कि है स्त्री तेरा विश्वास जो है वो बड़ा विश्वास है। വിശ്വാസം കണ്ട് പുകഴ്ത്തുന്നൊരു കർത്താവ്. विश्वास को देखकर हमारी तारीफ करने वाला परमेश्वर। ഒരിക്കൽ ശതാധിപന് ഒരിക്കൽ അതേ സ്തോത്രം ശതാധിപന് പ്രിയനായിരിക്കും ദാസൻ ദീനമായി കിടക്കുമ്പോൾ और एक समय था जब एक सूबेदार उसका दास जब बीमार पड़ा हुआ है നീ എന്റെ ഭവനത്തിൽ എന്റെ ദാസനെ സൗഖ്യമാക്കണമെന്ന് പറയുന്നുണ്ട്. और उस सूबेदार ने आकर यीशु से कहा कि तू मेरे घर आकर मेरे घर में पड़े हुए उस दास को तू चंगा कर दे। മൂപ്പന്മാരെ പറഞ്ഞു വിടുമ്പോൾ और जब उसने अपने दास यीशु के पास कहला भेजा അവർ യേശുവിനോട് പറഞ്ഞു നീ ആ ഭവനം വരുത്തുന്നവനെ സൗഖ്യമാക്കണം. और उन्होंने आकर यीशु से कहा कि यीशु से कहा कि आप आकर उसके दास को चंगा कर दो। ഇടയ്ക്ക് വെച്ച മനുഷ്യൻ പറയുന്നു എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. मगर ये सूबेदार यीशु से इस प्रकार कहते हैं कि है प्रभु आप मेरे घर के तले आओ या फिर आप मेरे घर आओ, इस योग्य मैं नहीं हूं। യേശു പറയുന്നതിന് വേണ്ടി ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. यीशु मसीह ने इस प्रकार कहा कि इस्राएल में भी मैंने ऐसा विश्वास नहीं देखा है। മറ്റുള്ളവരുടെ മുൻപിൽ നിന്റെ വിശ്വാസങ്ങളെ പുകഴ്ത്തുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. दूसरों के सामने आपके विश्वास को हालेलुया विश्वास की तारीफ करने वाली परमेश्वर की उपस्थिति है प्रियो। അവിശ്വാസം പറയുന്നവരെ പരിശുദ്ധാത്മാ മൈൻഡ് പോലും ചെയ്യുകയില്ല. अविश्वास के शब्द जो लोग बोलते हैं पवित्र आत्मा उनकी ओर मुड़कर भी नहीं देखता। യേശു ഒരിക്കൽ ഒരു ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ ആരോ പറഞ്ഞു, അപ്പോൾ യേശു പറഞ്ഞൊരു വേടുണ്ട്, അത് അവിടെ ഇങ്ങനെയാണ് യേശു ആ വാക്ക് കാര്യമാക്കിയില്ലെന്നാണ്. यस हालेलुया, यीशु मसीह जब एक छुटकारे के लिए जब जा रहे थे तो लोगों ने आकर हालेलुया नेगेटिव बातें वहां पर बोली। वचन इस प्रकार कहता है यीशु ने उन पर ध्यान तक नहीं दिया। ഈ ദിവസങ്ങളിൽ നീ വിശ്വാസത്തിന്റെ വാക്കുകൾ പുറത്തു വരട്ടെ. इन दिनों में आपके जुबान से विश्वास के शब्द निकलने पाए। അവിശ്വാസങ്ങളെ ജീവിതത്തിൽ നിന്നും ശാസിക്കുക. अविश्वासों को अपने जीवन से आप डांटे। നിന്റെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. आपके जीवन में विश्वास बना रहे। വിശ്വാസം പറഞ്ഞവനെ പുകഴ്ത്തുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. विश्वास को बोले हुए व्यक्ति को हालेलुया उनकी तारीफ करने वाला परमेश्वर। ഇസ്രായേലിൽ പോലും ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. यीशु ने कहा कि इस्राएल में भी मैंने ऐसा विश्वास नहीं देखा है। എന്തെങ്കിലും ദൈവിക ക്വാളിറ്റികൾ ഉണ്ടെങ്കിൽ നിന്നെ പുകഴ്ത്തുന്ന ഒരു ദൈവമുണ്ട്. आपके जीवन में परमेश्वर की कोई खूबियां हैं तो परमेश्वर जरूर आपकी तारीफ करेगा। ഒരിക്കൽ യേശു കർത്താവ് ഒരു സ്ത്രീ ഭണ്ഡാരത്തിന്റെ അരികിലിരിക്കുകയാണ്. और यीशु मसीह एक समय एक भंडार के सामने बैठे हुए थे പലരും അതിൽ വന്ന് അത് പണം നിക്ഷേപിക്കുകയാണ്. और अनेक लोग आकर उस भंडार में पैसा डाल रहे थे। അവർ സ്വോത്ര കാഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ പണങ്ങൾ ആ സ്ത്രീ ഭണ്ഡാരത്തിൽ ഇടുകയാണ്. वे लोग अपने भेंट को और अपने पैसों को उस भंडार में आकर डाल रहे हैं। ഈ സമയത്ത് പലരും നിക്ഷേപിക്കുമ്പോൾ ഒരു വിധവയായ സ്ത്രീ വന്ന് 2 വെള്ളിക്കാശ് അതിനകത്തേക്ക് ഇട്ടു. अनेक लोगों ने अपने बहुतायत से आकर जब उसमें पैसे डाले मगर एक विधवा स्त्री वहां पर आई, उसने 2 चांदी के सिक्के उसमें डाल दिए। കർത്താവ് അത് കണ്ടു എന്നുള്ളതായിരുന്നു സത്യം. वचन कहता है कि परमेश्वर ने उसको देख लिया।
അവൾ ഇട്ടത് എത്രയെന്ന് കർത്താവിന് അറിയാമായിരുന്നു. देखो हालेलुया, यीशु जानते थे कि उस स्त्री ने कितना डाला है। സത്യത്തിൽ സ്വോത്രകാഴ്ച പാത്രത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. देखो बैठ के हालेलुया, बैठ के उस भंडार में भी देखकर बैठने वाली परमेश्वर की उपस्थिति है प्रियो। ദൈവത്തിനറിയാം കൃത്യമായ പാത്രത്തിൽ എത്രയാണ് വീണിരിക്കുന്നത്. यस हालेलुया, परमेश्वर अच्छे से जानते हैं कि उस भंडार में कितना गिरा है, ഈ ഭണ്ഡാരത്തിലേക്ക് കർത്താവ് നോക്കിയിരിക്കുകയാണ്. और उस भंडार की ओर परमेश्वर या यीशु मसीह देखकर बैठे हुए थे। ഈ സമയത്ത് വിധവ് വന്ന് 2 വെള്ളിക്കാശിട്ടു. उस समय वो विधवा स्त्री वहां पर आई, उसके हाथ में जो 2 चांदी के सिक्के जो थे उसने डाल दिए। യേശു പറഞ്ഞു എല്ലാവരെക്കാൾ അധികമായി അവൾ ഇട്ടിരിക്കുന്നു. यीशु ने कहा कि बाकी सब लोगों से बढ़कर इस स्त्री ने डाला है। അവളുടെ ജീവിതത്തിന്റെ ഉപജീവനത്തിന്റെ മാർഗങ്ങളിൽ അവൾക്ക് ലഭ്യമായത് മുഴുവൻ അവൾ ആ ശ്രീഭണ്ഡാരത്തിൽ കൊണ്ടുവന്നിട്ടു. देखो उसके जीवन में जितना मेहनत उसने करा था, जितना उसने कमाया था, सब कुछ उसने आकर उस भंडार में डाल दिया। അവൾ ഭർത്താവില്ലാത്തവളാണ്, അവൾ വിധവയാണ്. അവൾ उसका पति नहीं है, कि वो एक विधवा स्त्री है। അവളുടെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ശ്രീഭണ്ഡാരത്തിന്റെ അരികിലേക്ക് പോലും അവൾക്ക് വരുവാൻ കഴിയുകയില്ല. उसके जीवन की अवस्थाओं को यदि देखा जाए तो वो उस भंडार के पास आने तक योग्य नहीं है, തനിക്ക് പോലും ജീവിക്കുവാൻ കഴിയാത്ത പരിമിതികൾക്കകത്ത് ജീവിക്കുന്ന ഒരു സാധുവായിരിക്കുന്ന സ്ത്രീ. क्योंकि एक साधारण सी एक साधु स्त्री जो अपने जीवन में अपने हालेलुया दिन हालेलुया का भोजन भी करने के लिए उसके पास पैसा नहीं होता, അപ്പോഴും അവൾ ദൈവത്തിന്റെ ആലയത്തിലേക്കും ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ അവൾക്ക് മനസ്സുണ്ടായിരുന്നു. उसके बावजूद भी परमेश्वर के भवन में आकर परमेश्वर के नाम की महिमा के लिए देने में उसके अंदर एक अच्छा दिल था। അതിനെ കണ്ടൊരു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. और उस परमेश्वर ने जो उसके उस अनुभव को देख लिया। യേശു പറഞ്ഞ എല്ലാവരെക്കാൾ അധികമായി ഇവൾ ചെയ്തിരിക്കുന്നു ദൈവത്തിന് വേണ്ടി. यीशु ने कहा कि परमेश्वर के लिए इस स्त्री ने बाकी लोगों से बढ़कर किया है। നല്ല മനസ്സോടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കുന്നവരെ കാണുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. अच्छे मन के साथ प्रभु की नाम की महिमा के लिए जो कोई बोते हैं उनको देखने वाला एक परमेश्वर है प्रियो। അതേ സമാഗമന കൂടാരം പണിയുമ്പോൾ മോശ നിമിത്തം ദൈവം പറയുന്നു സന്മനസ്സുള്ളവനൊക്കെ യഹോവയുടെ ആലയത്തിലേക്ക് നല്ല മനസ്സോടെ കൊണ്ടുവരട്ടെ. और मिलाप वाले तंबू का काम जब हो रहा था उस समय मूसा ने लोगों से कहा कि जिनके हालेलुया जिनके पास अच्छे अच्छे मन है वे लोग अच्छे मन के साथ प्रभु के उपस्थिति में लोग लेकर आए। വെള്ളിയും പൊന്നും ദേവദാരുവും ധൂമ്രനൂലും ചുക്കുനൂലും അതിന് ആലയത്തിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും സാമഗ്രികളും എല്ലാവരും ആലയത്തിലേക്ക് കൊണ്ടുവന്നു. और सोना चांदी देवदारू और इस प्रकार की जिन जिन तमाम चीजों की जरूरत थी परमेश्वर के भवन के लिए आप लोग ला सकते हैं। എല്ലാവരും കൊണ്ടുവന്നപ്പോൾ മരുഭൂമിയിൽ ദൈവത്തിന്റെ കൂടാരം പ്രത്യക്ഷമായി. देखो सब लोग जब हालेलुया अपने अपने पास जो कुछ था लेकर जब वो परमेश्वर की उपस्थिति में आए तब वहां पर वचन कहता है मरुस्थल में परमेश्वर की उपस्थिति उनके लिए प्रकट हुई। ബൈബിൾ നാം പഠിക്കുമ്പോൾ അറിയാം ആ സമാഗമന കൂടാരം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ ഗ്ലോറി ആ കൂടാരത്തെ വന്ന് മൂടി. और हम जानते हैं हालेलुया परमेश्वर के वचन में हम देख सकते हैं मिलाप वाले तंबू का जिस दिन प्रतिष्ठा हो रही थी उस दिन परमेश्वर की महिमा और उपस्थिति उस मिलाप वाले तंबू में आकर बसने लगी। ദൈവം പറയുന്നൊരു വീടുണ്ട് നല്ല മനസ്സോടെ കൊണ്ടുവരുന്നവന്റെ എല്ലാം കൈകളിൽ നിന്ന് മേടിക്കണം. हालेलुया मगर परमेश्वर ने मूसा ने इस प्रकार कहा कि परमेश्वर ने मूसा से कहा कि जो लोग अच्छे मन के साथ अच्छे दिल के साथ लेकर आते हैं उनसे तो स्वीकार करना। ഒരുപാട് പേരുടെ നല്ല മനസ്സുകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ദൈവത്തിന്റെ തേജസ്സിന്റെ കൂടാരം മരുഭൂമിയിൽ പ്രത്യക്ഷമായി. देखो हालेलुया अनेक लोगों का अच्छा मन जब वहां पर प्रकट हुआ प्रभु के नाम के लिए जब उन्होंने दिया तो परमेश्वर की महिमा का तंबू वहां पर स्थापित हो गया प्रियो। ചെയ്തത് നല്ല മനസ്സോടു കൂടിയായിരുന്നു. उन्होंने अच्छे मन के साथ उन्होंने वो किया था। വിധവയിട്ടത് നല്ല മനസ്സോടു കൂടിയായിരുന്നു. उस विधवा स्त्री ने जो 2 सिक्के डाले वो भी अच्छे मन पूरे मन से डाला था। അതുകൊണ്ട് കർത്താവ് അവളെ പുകഴ്ത്തി ആരെക്കാൾ അധികമായി വിളിട്ടിരിക്കുന്നു. इसलिए परमेश्वर ने उसकी तारीफ की और कहा कि बाकी सब लोगों से बढ़कर इसने दिया है। ഒരിക്കൽ യേശു കർത്താവ് ഒരു പട്ടണത്തിലെ ഭവനത്തിൽ ചെല്ലുമ്പോൾ एक बार यीशु मसीह जब एक घर में एक शहर में एक घर में गए വിലയേറിയ ഒരു സ്വച്ഛജട മാംസ തൈലവും ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് ഒരു സഹോദരി വരികയാണ്. वहां पर जटामासी हालेलुया तेल एक बहन वहां पर लेकर आई। അത് വിലമതിപ്പുള്ള തൈലമായിരുന്നു. वो काफी महंगा इत्र था करके वचन कहता है। 2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതല്ല, एक दो ദീർഘനാളുകൾ അവിടെ അധ്വാനമുണ്ടായി. यस 1-2 दिन में बना हुआ नहीं मगर काफी समय से मेहनत करके उस इत्र को तैयार किया गया है। അത് വിലമതിക്കുന്ന തൈലമായിരുന്നു. वो काफी बहुमूल्य इत्र था। അത് കൊണ്ടുവന്നവൾ യേശുവിന്റെ മുമ്പിൽ ഉടച്ചു. और वो बर्तन लाकर उस पात्र को ले आकर यीशु मसीह के सामने उसने तोड़ दिया। സുഗന്ധം കൊണ്ട് ആ ഭവനം മുഴുവനും നിറയപ്പെട്ടു. पूरा घर उस इत्र के सुगंध से भर गया करके वचन कहता है। അത് വിലയേറിയ സ്വച്ഛജട മാംസത്തിന്റെ ഒരു പാത്രമായിരുന്നു. वो काफी महंगा जटामासी उस इत्र का एक बर्तन था। ആ തൈലപാത്രം മുഴുവൻ അവൾ യേശുവിന് മുമ്പിൽ ഉടയ്ക്കുവാൻ തയ്യാറായി. उस इत्र से भरे हुए पात्र को उसने यीशु के सामने तोड़ दिया प्रियो। അത് വിലയേറിയതായിരുന്നു. वो काफी महंगा था.
നിനക്ക് വിലമതിക്കുന്നത് മുഴുവൻ നീ കർത്താവിന്റെ മുൻപിൽ ഉടയ്ക്കുക. जो आपके लिए महंगा और काफी कीमती लगता है वो प्रभु के सामने आप उसको तोड़ने को तैयार हो जाएं। എനിക്കും നിങ്ങൾക്കും വിലമതിക്കുന്നത് മുഴുവൻ നിങ്ങൾ കർത്താവിന് മുമ്പിൽ ഉടയ്ക്കുക. मेरे और आपके जीवन में जो कुछ हमारे लिए महंगा और कीमती लगता है वो प्रभु के सामने तोड़ने को तैयार हो जाए। ഈ ഉലകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയത് എന്ന് തോന്നുന്ന എന്താണോ അത് നിങ്ങൾ കർത്താവിന് മുമ്പിൽ ഉടയ്ക്കുക. इस दुनिया में जो सबसे श्रेष्ठ आपके जीवन में लगता है वो प्रभु के सामने आप तोड़ने को तैयार हो जाए। നിങ്ങളുടെ ജീവിതമാണോ കർത്താവ് നിങ്ങളെ വേലയ്ക്ക് വിളിച്ചുവെങ്കിൽ നിങ്ങൾ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുക. अगर आपके जीवन को आपके ऊपर परमेश्वर ने प्रभु की सेवकाई के लिए बुलाया है तो आपका जीवन प्रभु के सामने आप समर्पित कर दें। കർത്താവിന്റെ ദാസൻ ദീപു പാസ്റ്റർക്ക് കൊച്ചു പ്രായത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയതാണ്. और परमेश्वर के दास दीपू पास्टर अपने छोटे ही उम्र में प्रभु की सेवकाई के लिए निकले हैं। എന്റെയൊക്കെ 10ാം ക്ലാസ് പഠിച്ച ശേഷം ഞാനൊക്കെ നേരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ബൈബിൾ കോളേജിൽ പഠനത്തിന് വേണ്ടി പോവുകയായിരുന്നു. मैं अपनी 10वीं कक्षा की पढ़ाई के बाद मैं भी सीधा प्रभु के नाम की महिमा के लिए बाइबल कॉलेज में पढ़ाई के लिए चला गया था। നല്ലൊരു ജീവിതം കർത്താവിന്റെ മുമ്പിൽ ഉടച്ചുവെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. और हमें पूरा भरोसा है कि हमारा एक अच्छा जीवन नौजवानी में ही प्रभु के सम्मुख हमने तोड़ा है। ഒരു നല്ലൊരു യൗവനം കർത്താവിന് മുമ്പിൽ ഉടയ്ക്കുകയായിരുന്നു. और एक अच्छी नौजवानी को हमने प्रभु के सामने तोड़ा है। നിനക്ക് വിലമതിപ്പെന്ന് തോന്നുന്നതെല്ലാം നീ കർത്താവിന്റെ മുമ്പിൽ ഉടയ്ക്കുക. यस, आपके जीवन में जो कुछ आपको बहुमूल्य लगता है प्रभु की उपस्थिति में आप उसको तोड़े। ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുകയാണ്. इन दिनों में परमेश्वर आपका आदर करने जा रहा है। വിലമതിപ്പുള്ള ആ തൈലം അവൾ കർത്താവിന് മുമ്പിൽ ഉടച്ചു. और उस जटामासी इत्र को, उस तेल को यीशु के सामने उसने तोड़ा। ശിഷ്യഗണങ്ങൾ പറയുന്നത് വെറും ചിലവാണിത്. और उसके यीशु के चेले जो बैठे थे उन्होंने बोला कि ये तो हालेलुया फालतू में खर्च कर रही है ചെയ്ത പ്രവൃത്തികളൊക്കെ പാഴാണ്. और जो कुछ इसने किया है ये व्यर्थ में वो कर रही है। ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. देखो, इस तेल को या इस इत्र को बेचकर गरीबों में बांटा जा सकता था। ഞാൻ അത് ചെയ്തവളെ നോക്കി കർത്താവ് പറഞ്ഞൊരു വീടുണ്ട്. मगर जिस स्त्री ने ये काम किया उसको देखकर यीशु ने कहा, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു ഇവൾ ചെയ്ത പ്രവൃത്തി സുവിശേഷം എവിടെയെല്ലാം ഉലകത്തിൽ പ്രസംഗിക്കപ്പെടുമോ ഇവൾ ചെയ്ത പ്രവൃത്തി ലോകത്തിൽ പ്രസംഗിക്കപ്പെടും. देखो जो लोग जो कुछ बोले बोलने दो, मगर इस स्त्री ने, इस बहन ने जो किया है इस अच्छे काम को जहां कई दुनिया में यीशु का प्रचार होगा वहां पर इसके नाम की भी प्रचार की जाएगी। ആണ്ട് തീരാൻ പോകുമ്പോൾ ഈ അവസാന നിമിഷവും ഞാൻ ആ സ്ത്രീയെ പ്രസംഗിക്കപ്പെടാൻ കാരണം അവൾ ചെയ്തൊരു നന്മ പ്രവൃത്തിയായിരുന്നു. देखो, आज ये साल समाप्त होने पर भी मैं जो आज के दिन आपके बीच में प्रचार कर रहा हूं उस बहन के बारे में भी मैं बता रहा हूं, वो इसलिए हुआ क्योंकि उस समय यीशु के सामने जो उसने अच्छे काम किए थे उस वजह से आज भी उसकी तारीफ हो रही है। അവൾക്ക് വിലയേറിയത് അവൾ കർത്താവിന് മുമ്പിൽ ഉടയ്ക്കപ്പെട്ടപ്പോൾ അവൾക്ക് വേണ്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൾ ചെയ്ത പ്രവൃത്തിയെ പ്രസംഗിക്കുവാൻ തുടങ്ങി. और उसने अपने जीवन में जो काफी बहुमूल्य था यीशु मसीह के सामने जब वो तोड़ने को तैयार हुई तब अनेक साल बीतने के बावजूद भी देखो आज भी उस स्त्री का प्रचार लोग करते हैं। ദൈവം പുകഴ്ത്തുന്ന മനുഷ്യൻ കൊള്ളാവും. जिनको यीशु या जिनकी तारीफ परमेश्वर करते हैं वे लोग धन्य हैं। നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്നെ ആരും പുകഴ്ത്തിയില്ലെങ്കിലും നിന്നെ ദൈവ സാന്നിധ്യം പുകഴ്ത്തിയാൽ യേശു നിന്നെ आपके പുകഴ്ത്തിയാൽ നിന്റെ ജീവിതം ധന്യമായി തീർന്നു. आपका जीवन, आपके जीवन में जो अच्छे कामों को आप करते हो सकता है मनुष्य आपकी तारीफ ना करे मगर परमेश्वर आपकी तारीफ करे, वो आपके लिए सबसे श्रेष्ठ है। प्रियो, നമുക്കൊരു സ്വയ പരിശോധനയ്ക്ക് വിധേയമാകാം. ദൈവം പുകഴ്ത്തക്ക നിലയിൽ കർത്താവിന്റെ ജീവിതത്തെ ഈ ദിവസങ്ങൾ ഞാൻ തന്നെ ഒന്ന് ക്രമീകരിക്കാൻ പോകുകയാണ്. मगर आज हम अपने आप को परख के, हम अपने आप को जांचे हालेलुया, और परमेश्वर हमारी तारीफ कर सके उस प्रकार हम अपने जीवन को योग्य बनाएं। ദൈവം എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ, കർത്താവ് എനിക്ക് ദാനമായിട്ട് എന്റെ ജീവിതത്തിൽ ദൈവം പുകഴ്ത്തക്കത്തക്ക നിലകളിൽ എന്തെങ്കിലും ഒരു ദൈവിക നന്മകൾ എന്നിലൊന്ന് പ്രകടമാകണം. परमेश्वर के द्वारा सौंपी हुई सेवकाइयों में, परमेश्वर के द्वारा दिए हुए इस जीवन में परमेश्वर हमारी तारीफ कर सके, उस प्रकार की कुछ खूबियां हमारे जीवन में होने पाए। അത് ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ പുകഴ്ത്താൻ പോകുകയാണ്. इन दिनों में परमेश्वर आपकी तारीफ करने जा रहे हैं। ബൈബിൾ പറയുന്നു ദൈവം പുകഴ്ത്തുന്ന മനുഷ്യൻ കൊള്ളാം. बाइबल कहती है वे लोग धन्य हैं जिनकी तारीफ परमेश्वर करते हैं। നിന്റെ വിശ്വാസം കണ്ടിട്ട്, आपका विश्वास देखकर, ദൈവം ഏൽപ്പിച്ച ദൈവിക ദൗത്യങ്ങളുടെ പൂർത്തീകരണങ്ങൾ കണ്ടിട്ട്, परमेश्वर के द्वारा सौंपी हुई जिम्मेदारियों को आप जब पूरा करते हुए देखकर ദൈവം നിന്നെ പുകഴ്ത്തുവാൻ പോകുകയാണ്. परमेश्वर आपकी तारीफ करने जा रहे हैं। എത്ര പേര് പ്രഭാതത്തിൽ പറയും കർത്താവ് ദൈവം പുകഴ്ത്തുന്ന ഒരു മനുഷ്യനാക്കി കർത്താവിന്റെ മാറ്റം. कितने लोग आज सुबह इस प्रकार कह सकते हैं परमेश्वर मुझे ऐसे व्यक्ति के समान बना दे जो जिनकी तारीफ परमेश्वर करते हो। ഈ ലോകത്തിൽ എന്നെ മനുഷ്യൻ പുകഴ്ത്തുന്നുണ്ടായിരിക്കാം, മനുഷ്യനെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്നെ ദൈവം പുകഴ്ത്തുന്ന ഒരു മനുഷ്യനായി മാറുവാൻ, और इस दुनिया के लोग भी हो सकता है हमारी तारीफ करते होंगे या फिर हमारी निंदा भी करते होंगे, मगर उन सबको छोड़कर परमेश्वर हमारी तारीफ करने के लिए प्रभु हम हमारी सहायता करे। അതിനായി നമുക്ക് ഒരുങ്ങാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. उसके लिए हम अपने आप को तैयार करें, परमेश्वर हम सबों की सहायता करे।